ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ റൂമിൽ നിന്ന് നേരെ പോയത് ഈ കാണുന്ന ഐക്കോണിക് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ ബൃഹദീശ്വര ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും ഇത് സാരിയൊക്കെ കൊടുത്ത് മുടിയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് എവിടെ പോയാലും നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ മസ്റ്റാണല്ലോ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ സൈഡിൽ തന്നെ ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ നമുക്ക് ചെരുപ്പൊക്കെ വെക്കാം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ അവർ പറയും വീഡിയോസ് ഒന്നും അലൗഡ് അല്ല, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ല. പക്ഷെ ഇത്രയും നല്ലൊരു അമ്പലം കണ്ടിട്ട് നമ്മളെങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുക? അതും ഇതിൻ്റെ റീൽസ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഒരു വീഡിയോ എടുക്കണം, റീൽസ് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഫയലിലേക്ക് സേവ് ചെയ്തു. പക്ഷേ കണ്ടിട്ട് ഫോണിൽ തന്നെ വെച്ചു. ആ ഫസ്റ്റിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ചുറ്റിനും അമ്പലം ഫസ്റ്റ് നിന്ന് കയറി ബാക്ക് വരെ നമ്മൾ കറങ്ങി അവിടെ നിന്നൊക്കെ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഓരോ കോർണറിൽ വെച്ച് ഫോട്ടോസ് എടുത്തു. നമുക്ക് പറ്റുന്നിടത്ത് നിന്നൊക്കെ വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. എന്ന് വെച്ചാൽ ഇത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത അറിയുമ്പോഴാണ് നമുക്കിതിനോട് കൂടുതൽ ഒന്നും കൂടി സ്നേഹം, ഒരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇതാകെ കൂടെ ഒറ്റ കല്ലിൽ തീർത്തൊരു മകുടം ഇതിൻ്റെ മുകളിലുണ്ട്. അതിന് എത്രയോ ആനകളുടെ ഭാരം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഗോപുരം പണിതതിന് ശേഷം ഈ മകുടം എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ വെച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയാത്തൊരു രഹസ്യമായിട്ട് നിൽക്കുകയാണ്. പിന്നെ അന്നത്തെ രാജാക്കന്മാർ, ചോള രാജാക്കന്മാരാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ രാജാക്കന്മാരുള്ള ശിവനോടുള്ള ആരാധന കൊണ്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ നിഴലിൽ പോലും പ്രദക്ഷിണ സമയത്ത് ഒരു മനുഷ്യൻ്റെ കാല് പതിയരുത് എന്നുള്ളത് കൊണ്ട് അമ്പലത്തിൻ്റെ നിഴൽ പോലും താഴെ പതിക്കാത്ത രീതിയിലാണ് ഈ അത്രയും വലിയൊരു അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അകത്ത് നമുക്ക് പാലഭിഷേകം ചെയ്യുന്നതും മഞ്ഞളഭിഷേകം ചെയ്യുന്നതൊക്കെ പുറമേക്ക് ആ ജലം വരുന്നത് നമുക്ക് കാണാൻ പറ്റും, പുണ്യവെള്ളം. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഫീൽ. എന്ന് വെച്ചാൽ അത്രയും ഒരു ആരാധനയോടെ ആളുകൾ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു അമ്പലമാണിത്. അപ്പോൾ ആ ഒരു ആരാധന നമുക്ക് ശരിക്കും ഇതിൻ്റെ ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അമ്പലത്തിൻ്റെ ഓരോ പ്രത്യേകതകൾ ഇപ്പോൾ ശരിക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ പ്രത്യേകതകളെ കാണാൻ പറ്റും. ശരിക്കും ഇത് കണ്ടു തീർക്കാൻ തന്നെ നമുക്കൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം കിട്ടിയാലും തീരില്ല. അതുപോലെ തന്നെ നൈറ്റ് വ്യൂ നല്ല ഭംഗിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കത് മിസ്സായി. കാരണം കുംഭകോണത്തിൽ ഞങ്ങൾ പോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്കും രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി വരെയേ ഉള്ളൂ രാത്രി അമ്പലം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മിസ്സായി. അപ്പോൾ പിന്നെ പിറ്റേത് ഞങ്ങൾക്ക് ഇന്ന് ഈ തഞ്ചാവൂർ കണ്ട് കഴിഞ്ഞിട്ട് വരുന്ന അന്ന് വൈകുന്നേരം തന്നെയാണ് ട്രെയിൻ വരുന്നത്. അതുകൊണ്ട് രാത്രിത്തെ വ്യൂ നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ എന്നാലും പകൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പറ്റുന്നവർ എന്തായാലും രാത്രി വ്യൂ മിസ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങൾ കുംഭകോണത്ത് തിരിച്ചു വരുമ്പോൾ രാത്രിത്തെ വ്യൂ ജസ്റ്റ് ഞാൻ ബസ്സിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അകത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ തഞ്ചാവൂർ അമ്പലത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് കിട്ടിയിട്ടായിരുന്നു പോയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന തഞ്ചാവൂർ പാലസ്. ഇവിടേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഓട്ടോ വഴിയാണ് ഒരു ചോയ്സ് ഉള്ളത്. ഷെയർ ഓട്ടോ വിളിച്ച് പോകാം. ഷെയർ ഓട്ടോ ഇല്ലയെന്ന് തോന്നുന്നു. ഷെയർ ഓട്ടോ ഇല്ല. അപ്പോൾ നമുക്ക് ബസ്സും ഇല്ല, ഷെയർ ഓട്ടോ ഇല്ല. അപ്പോൾ ആ കൂടെ നമുക്ക് അവിടെയുള്ള ഓട്ടോ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓട്ടോ തന്നെ കയറി പോകണം. ഓട്ടോ കയറി പോയി കഴിഞ്ഞാൽ അവരെ നമ്മളെ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് നമ്മളവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാട്ടോ ചെയ്തത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ പാലസിനകത്തേക്ക് കയറി. പാലസിനകത്ത് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 100 ആണെന്ന് തോന്നുന്നു ടിക്കറ്റ്. 100 120 ആണ്. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ തഞ്ചാവൂർ അമ്പലത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കൊട്ടാരം ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ അമ്പലത്തിനോട് തൊട്ടടുത്ത് തന്നെ മ്യൂസിയങ്ങളുണ്ട്, ഒരു സരസ്വതി ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഓരോന്ന് പണ്ടുള്ള ശിലാരൂപങ്ങളും പണ്ടുള്ള കോയിൻസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ചുറ്റി നടന്ന് കാണാൻ പറ്റും. പണ്ടുള്ള ഓരോ വർഷം ഏത് നൂറ്റാണ്ടിലെയാണ് അത് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ രാജാവിൻ്റെ ഒരു ശില്പം കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ ചുറ്റി നടന്ന് കാണും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് തോന്നും പണ്ടുള്ളവർ യൂസ് ചെയ്തിരുന്ന അവരുടെ ശ്വാസം, അവരുടെ സ്പർശം ഒക്കെ അവിടെ നിലനിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവും കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന പോലെയും തോന്നാം. പക്ഷേ എനിക്ക് ശരിക്കും അവരുടെ ആ ഒരു സാമീപ്യം ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്കെപ്പോഴും ഇങ്ങനത്തെ മ്യൂസിയം ഓരോരുത്തർ യൂസ് ചെയ്ത സാധനങ്ങൾ കാണുമ്പം തോന്നാറുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ കൊത്തുപണികളൊക്കെ ആയിട്ട് എന്താ പറയുക, പണ്ടത്തെ രീതിയിലുള്ള ഒരു സ്ട്രക്ചറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മ്യൂസിയത്തിനകത്തുള്ളത്. ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നടരാജ വിഗ്രഹം മാത്രമുള്ളൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ പല കാലത്തുള്ള ഒരേപോലത്തെ നടരാജ വിഗ്രഹം, കുറച്ച് മാത്രം ഡിസൈൻസിൽ വ്യത്യാസമുള്ള ഒരുപാട് നടരാജ വിഗ്രഹങ്ങൾ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഡാൻസ് ചെയ്യുന്ന പോലത്തെയുള്ള. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കൂടിയുണ്ട്.
പിന്നെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് തഞ്ചാവൂർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, തഞ്ചാവൂർ വീണ മേക്കിംഗ് കാണാൻ പോവുക. അപ്പം നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി ഉടനെ ഒരു ഓട്ടോക്കാരൻ നമ്മളെ വന്ന് കണ്ട് നമുക്കറിയാം വീണ മേക്കിംഗ് ചെയ്യുന്ന ഒരു ഫാമിലീനെ അറിയാം, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്ത് റേറ്റൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഇവിടേക്ക് വന്നത്. ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലൊക്കെ കണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയപ്പോൾ നമുക്ക് പൈസ വില നഷ്ടമായിട്ട് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൻറ്റി നമുക്ക് ഈ വീണ വായിച്ചൊക്കെ കേൾപ്പിച്ച് തന്നു. പിന്നെ നമുക്കും വായിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അവർ വീണ മേക്കിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല, മേക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ പകുതിയാക്കി വെച്ച സാധനങ്ങളാണ് കണ്ടത്. അവരെന്തോ ഒരു ഫംഗ്ഷനായിട്ട് പോയതുകൊണ്ടായിരുന്നു കേട്ടോ അത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, മാക്സിമം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ഈ വീണയിൽ അവർ സപ്തസ്വരങ്ങൾ നമ്മളെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞാനും ജസ്റ്റ് ഒരു കൗതുകത്തിന് വീണ കൈപ്പിടിച്ചു. പക്ഷെ വീണ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. എവിടെ തൊട്ടാലും കൈമുറയും. വീണ നമുക്ക് വായിക്കാൻ അറിയാത്തവർ കൈ തൊട്ട് കഴിഞ്ഞാൽ നല്ല രീതി കൈമുറ അനുസരിച്ച് അവർ പല രീതിയിൽ പറഞ്ഞു, ഏത് കമ്പിയാണ് പിടിക്കേണ്ടത്, എവിടെയാണ് നമ്മളൊരു കമ്പി ചെയ്യുമ്പോൾ മറ്റേ കമ്പി തന്നെ ചെയ്യണം, തൊടണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടും എനിക്കിത് പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു 1-2 സൗണ്ട് ഞാൻ ഉണ്ടാക്കി. പക്ഷെ എന്ത് ചെയ്തിട്ട് എൻ്റെ കൈ വിരൽ മുറിഞ്ഞിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പം വീണ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അറിയില്ലെങ്കിൽ കൈമുറിയും. പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ തഞ്ചാവൂർ ഐക്കോണിക് ആയിട്ടുള്ള തഞ്ചാവൂർ പാവകൾ കണ്ടു. ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, ഒരിക്കലും ഈ പാവ നിലത്ത് കിടക്കില്ല, നമ്മൾ എങ്ങനെ തള്ളിയിട്ടാലും നേരെ വന്നിരിക്കും. അപ്പോൾ അതൊരു തഞ്ചാവൂർ പാവയുടെ പ്രത്യേകതയാണ്. അങ്ങനെ വൈകുന്നേരമായിരുന്നു നമുക്ക് ട്രെയിൻ. ശരിക്കും വൈകുന്നേരത്തെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല ഭംഗിയുള്ള സൺസെറ്റ് ഞാൻ കണ്ടിട്ടുള്ള ഒരേ റെയിൽവേ സ്റ്റേഷൻ എന്താണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ.